ഒരു ഫൈനല് പിന്നെ നഡാലും ജോക്കോവിക്കും തമ്മിലാണ് ഈ ഒരു ഗ്രാൻഡ് സ്ലാം ഫൈനൽ. അപ്പോൾ ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചു, അല്ല ഇവർ തമ്മിൽ ഫൈനൽ നടക്കുകയാണല്ലോ, പിന്നെ നഡാലും ജോക്കോവിക്കും തമ്മിൽ ആര് ജയിക്കണമെന്നാണ് ബേബിയുടെ ആഗ്രഹം? ഓ എൻ്റെ അത് ഫെഡറർ ജയിക്കണമെന്നാണ്. കളിച്ചില്ലെങ്കിലും ഫെഡറർ ജയിച്ചിരിക്കണം. ഇത് നമ്മുടെ ജീവിതത്തിൽ യുക്തിരഹിതമായ ചില കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ളൊരു കാര്യമാണ് നമ്മൾ ഏത് ഇഷ്ടപ്പെടുന്നു എന്നുള്ളത്. ഇത് താരാധിഷ്ഠിതമല്ല. ഇവരുടെ ഞാൻ പറഞ്ഞല്ലോ, ഫെഡററുടെ ടെന്നീസ് കളിയുടെ ഒരു ചാരുതയുണ്ട്. മറ്റേ ആൾ വളരെ പവർഫുള്ളാണ്. പിന്നെ സ്പോർട്സിൽ ചില സ്റ്റാറ്റിസ്റ്റിക്സാണ്. ഇപ്പോൾ ലോകത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ഗോൾ സ്കോർ ചെയ്തിട്ടുള്ളത് പിന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ്. പക്ഷേ ഞാൻ ഇഷ്ടപ്പെടുന്നത് മെസ്സിയുടെ കളിയാണ്. മെസ്സിയുടെ കളി മാത്രമല്ല, ക്യാരക്ടർ. മെസ്സി 2 ഗോൾ അടിച്ച് നിൽക്കുകയാണ്, അപ്പം മെസ്സിയുടെ ടീമിനൊരു പെനാൽറ്റി കിട്ടുന്നു. ഫുട്ബോളിൻ്റെ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ 2 ഗോൾ അടിച്ച ആളിന് ഹാട്രിക്ക് തികയ്ക്കാൻ വേണ്ടി ഈ പെനാൽറ്റി കൊടുക്കുക എന്നുള്ളതാണ്. പെനാൽറ്റി സ്കോർ മെസ്സിയാണ്. മെസ്സി എന്ത് ചെയ്യും? ആ ബാളെടുത്ത് നെയ്മർക്ക് കൊടുക്കും, അല്ലെങ്കിൽ വേറൊരു കളിക്കാൻ. എത്രയോ തവണ തൻ്റെ ടീമിന് പെനാൽറ്റി അടിക്കാൻ കിട്ടിയ അവസരം മുഴുവൻ മെസ്സി ഉപയോഗിച്ചിരുന്നെങ്കിൽ മെസ്സി ആയിരിക്കുമായിരുന്നു ഇന്ന് ടോപ്പ് സ്കോറർ. അങ്ങനെ പെനാൽറ്റി അടിച്ചുള്ള ഗോൾ, പെനാൽറ്റി അടിച്ചിട്ടുണ്ട് മെസ്സി, പെനാൽറ്റി മിസ് ചെയ്തിട്ടുമുണ്ട്. പക്ഷേ താൻ എന്നുള്ളതല്ല, മറ്റുള്ളവർ കൂടി ഉണ്ടാവണം എന്നുള്ളതാണ്. അതൊരു കളിയുടെ സംസ്കാരമാണ്. ഏതായാലും ഫുട്ബോളിൽ ഇപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു പ്ലെയർ ആരാണ്? ഫുട്ബോൾ മെസ്സി ഇപ്പോഴും കളിക്കുന്നുണ്ട്. ഏതാണ്ട് അതല്ലാതെ ഇനി ഒരു അടുത്തൊരു ലെവലിലേക്ക് താങ്കൾ എങ്ങനെ ട്രാവൽ ചെയ്യുന്നു? എംബപ്പ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഫ്രാൻസിൻ്റെ. അതിൻ്റെ പിന്നെ ഒരുപാട് അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളിലുള്ള നിലപാട്, അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിൽ അദ്ദേഹം കാണിച്ചിട്ടുള്ള ധീരത, അദ്ദേഹത്തിന് അഭിമുഖീകരിക്കേണ്ടി വരുന്ന വംശാധിപത്യപരമായ അധിക്ഷേപങ്ങൾ, അതിനെയൊക്കെ അദ്ദേഹം അതിജീവിക്കാൻ കഴിയുന്നു. ഫൈനലിൽ മെസ്സിയുടെ അർജൻറ്റീന ജയിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴും ഫ്രാൻസിൻ്റെ അതിഗംഭീരമായ തിരിച്ചുവരവിൻ്റെ കുന്തമിനെ മുഴുവൻ എംബപ്പയാണ്. അത് ആദരിക്കാതിരിക്കാൻ കഴിയില്ല.